ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീജാസ് ടേസ്റ്റ് ലാൻഡ്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ആവോലി മീൻ വാഴയിലയിൽ പൊള്ളിച്ചത്. അതിനായിട്ട് ഞാൻ 3 ആവോലി മീൻ എടുത്തിട്ടുണ്ട്. ആദ്യം ഈ മീൻ വറുത്തെടുക്കണം. വറുത്തെടുക്കാനായി ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. മീൻ മാരിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ചട്ടിയിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ആദ്യം 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂണ് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടുന്നത് നാരങ്ങ നീരാണ്. 1 നാരങ്ങ പിഴിഞ്ഞ നീര് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇതൊന്ന് ലൂസാക്കി എടുക്കണം. കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം. ഇനി ഇത് മീനിൽ തേച്ച് പിടിപ്പിക്കാം. ഇതുപോലെ മീൻ വരഞ്ഞു കൊടുക്കണം. എന്നാലേ ഇതിനുള്ളിൽ മസാലയൊക്കെ പിടിക്കത്തുള്ളൂ. അങ്ങനെ 3 മീനിൽ മസാല പുരട്ടി വയ്ക്കാം. 3 മീൻ ഞാൻ അരപ്പൊക്കെ പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. അതിനുശേഷം മീനെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. 1 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. മീൻ വറുത്തെടുക്കാനായി ഞാൻ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് എടുക്കേണ്ടത്, എന്നാലേ ആ നാടൻ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. മൂന്ന് മീൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. മീൻ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതെടുത്ത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേ പാനിൽ തന്നെ നമുക്കിതിനുള്ള മസാല കൂടെ തയ്യാറാക്കിയെടുക്കാം. ഈ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. രണ്ട് സവോള അരിഞ്ഞത്, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർക്കാം. ഇനി 1 സ്പൂണ് ഇഞ്ചി ചതച്ചത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 4 പച്ചമുളകുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 1 വലിയ തക്കാളിയാണ് ഞാൻ എടുത്തത്. കുറച്ച് സമയം ഇതൊന്ന് അടച്ചു വെച്ച് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടണം. അതുകൊണ്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കാം. ഇത് തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടയണം. നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/4 സ്പൂണ്, മല്ലിപ്പൊടി 1/2 ടീസ്പൂണ്, മുളക് പൊടി 1 ടീസ്പൂൺ,
ഉപ്പ് നമ്മൾ നേരത്തെ കുറച്ച് ചേർത്തായിരുന്നു, പിന്നെ ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പൊടിയുടെ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കണം. ഇതിൻ്റെ പച്ചമണം എല്ലാം മാറി നന്നായി വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. ഇതൊരു കുഴമ്പ് രൂപത്തിലിരിക്കണം. എരിവൊക്കെ അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇത് കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം. മീൻ പൊള്ളിക്കാൻ ആവശ്യമായിട്ടുള്ള മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഈ മസാലയും മീനും കൂടെ ചേർത്ത് വാഴയിലയിൽ പൊതിഞ്ഞ് വയ്ക്കാം. ഇലയൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഇലയിലേക്ക് കുറച്ച് മസാല ഇട്ട് കൊടുക്കണം. ഇതൊന്ന് ഇലയിൽ ഒന്ന് നിരത്തി ലെവൽ ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ വറുത്ത് വെച്ചതിൽ നിന്ന് ഒരു മീനെടുത്ത് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കണം. വീണ്ടും മസാല ഇതിൻ്റെ മുകളിൽ പുരട്ടി കൊടുക്കണം. മീനിൻ്റെ മുകളിൽ ഫുള്ള് മസാല പൊതിയണം. മീനിനെ ഫുള്ള് കവർ ചെയ്ത് മസാല എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് പൊതിഞ്ഞെടുക്കാം. ഇത് നന്നായി മുറുക്കി കെട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതെല്ലാം അങ്ങനെ ചെയ്തെടുക്കാം. ഇനി ഇത് തവയിൽ വെച്ച് ഒന്ന് പൊള്ളിച്ചെടുക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു തവ വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊന്ന് എണ്ണ പുരട്ടി കൊടുക്കാം. പൊതിഞ്ഞ് വെച്ച മീൻ ഓരോന്നായി ഇതിൽ വെച്ച് കൊടുക്കാം. ഞാൻ തവയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വേണം വയ്ക്കാൻ. അതിനുശേഷം ഇതൊന്ന് അടച്ചു വയ്ക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വയ്ക്കണം. ഇത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് പകുതി സമയം കഴിഞ്ഞിട്ട് ഇതൊന്ന് മറിച്ചിട്ട് വയ്ക്കണം. തവയിൽ വെച്ച് രണ്ട് സൈഡും തിരിച്ചും മറിച്ച് വിട്ട് 10 മിനിറ്റ് നമ്മൾ പൊള്ളിച്ചെടുത്തതാണിത്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം.
അങ്ങനെ നമ്മുടെ ആവോലി മീൻ വാഴയിലയിൽ പുളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ആവോലി മീൻ കിട്ടുന്ന സമയത്ത് നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ല റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.